ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമുക്ക് തമ്പ്ലേൻ കണ്ടിട്ടുണ്ടാവും. തമ്പ്ലേൻ കണ്ടാൽ മനസ്സിലാവും നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന്. അതെ, വലിയ കടൽ. നമ്മുടെ ഭൂമിയിൽ 3/4 ഭാഗവും ജലമാണ്. അതിൽ ഏകദേശവും കടലുമാണ്. ആ കടലിലെ ചെറിയ മീനിനെ കറി വയ്ക്കുന്ന ഒരു വീഡിയോ ആണിന്ന്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് പോവുക. കൂടെ നിങ്ങൾ ബെല്ലൈക്കൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. എന്താണ് ആ വലിയ കടലിലെ ചെറിയ മീൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ടത് തക്കാളി ഉള്ളിയും പച്ചമുളകും നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ട്. നമുക്കതിൽ ചേർക്കാനുള്ള മറ്റു ചേരുവകളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, തക്കാളി ശേഷം വഴറ്റിട്ടുണ്ട്. നമ്മളത് തുടക്കത്തിൽ വിട്ട് വഴി എടുക്കാൻ കുറച്ച് പ്രശ്നമാരും നമ്മൾ എടുത്തില്ല. അപ്പോൾ ഈ ഭാഗം ഇട്ട് ആകെയുള്ള തക്കാളി, ഉള്ളി, പച്ചമുളക് മാത്രം. ഓക്കെ, ബാക്കി കൊണ്ട് ഇടാം. നമ്മളിപ്പോൾ അതിലേക്ക് ഇടുന്നത് അത് തക്കാളി ജ്യൂസ് അടിച്ചതാണ്. അപ്പോൾ അതിൽ കൂടി ഒരു തക്കാളി നമ്മൾ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് അതിലേക്ക് ലേശം വെള്ളം കൂടി ഇടണം. അത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ആവശ്യമാണ്. കുറച്ച് വെള്ളം ഒഴിക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇടാം. ഒരു പാകത്തിന് ഇട്ടാൽ മതി, അധികം ഇടണ്ട. നമുക്കതിലേക്ക് ശേഷം ഗരം മസാല ഇടാം. കുറച്ച് മുളക് പൊടി ഇടാം. ഇതിൽ പ്രധാനമായിട്ട് ചേർക്കേണ്ട മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടില്ല, ലേശം മഞ്ഞൾപ്പൊടി. അതെല്ലാ കുക്കിംഗ് കഴിയുമ്പോൾ നമ്മൾ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിലോട്ട് നമുക്കൊരു പുളിയും കൂടി ഇടാം, കുടംപുളി. നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. നമുക്കതിലേക്ക് മീൻ ഇടാം. നമ്മൾ മീൻ വൃത്തിയാക്കിയിട്ടൊക്കെ ഇടുന്ന കേട്ടോ. ഒരു കമൻ്റ് ഒന്നും പറയേണ്ട, വൃത്തിയാക്കിയിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് വരണ്ട. മീനെല്ലാം വൃത്തിയാക്കിയ മീനാണ്. അപ്പോൾ നമ്മളത് അതിലേക്ക് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കണം. നമ്മുടെ കറി ഏകദേശം വേവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. കറി ഒന്ന് ടേസ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ഇതിലേറ്റവും അവസാനം ചേർക്കുന്നത് ഒരു ചെറുനാരങ്ങ കൂടിയാണ്. നമ്മളിതിൻ്റെ നീരും കൂടി പിഴിഞ്ഞതിൽ കുഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി നമുക്ക് ഓഫാക്കാവുന്നതാണ്. പിഴിഞ്ഞ് ഒഴിക്കട്ടെ കേട്ടോ. കറി ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മൾ കറി ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഉണ്ടാക്കിയ കറിയുടെ ടേസ്റ്റ് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഉണ്ടാക്കിയ കറി വെച്ച് നോക്കാം. നല്ല ചൂടാ. കുഴപ്പമില്ല, കുറച്ചൊന്ന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഉഷാറായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നല്ലൊരു ബഹുമാറ്റി ഇനിയും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യാം. അതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോ കാണുക. എല്ലാവർക്കും ബൈ ബൈ.